ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കലാണ് അല്ലേ. അപ്പോൾ ബേസിക്സിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ടോപ്പിക് തന്നെയാണ് ഇതും. നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിൽ ഒരു ഫൈനൽ സെഷൻ എന്ന് നമുക്ക് വേണ്ടി പറയാം. റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണിത്. ഓക്കെ, നമ്മൾ ഒരുപാട് റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ എന്തായാലും ഈ സെഷനിൽ പിന്നെ ഇതിൻ്റെ അകത്ത് റെസിസ്റ്റൻസിലുള്ള ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊന്ന് നമ്മൾ നോട്ട് ചെയ്യുക. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ റെസിസ്റ്റൻസുകളുടെ കണക്ഷനുകൾ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് റെസിസ്റ്റൻസിന് 2 ടൈപ്പ് കണക്ഷനാണ് മേജറായിട്ട് വരിക. സീരീസും വരും, അതുപോലെ തന്നെ നമ്മുടെ പാരലൽ കണക്ഷനും വരും. ശരിയല്ല. അപ്പോൾ സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനുള്ള പ്രത്യേകതകളും നമ്മൾ പറഞ്ഞതാണ്. കറണ്ടിൻ്റെ കാര്യങ്ങളും വോൾട്ടേജ് ഏതിലാണ് സെയിം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ റെസിസ്റ്റൻസ് സീരീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു റൂളും കൂടി പറയാനുണ്ട്. ആ റൂളാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ റെസിസ്റ്റൻസ് ഇൻ സീരീസുകൾ പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളൊരു റെസിസ്റ്ററുകൾ അല്ലേ, ഇപ്പോൾ ഒരു 3 റെസിസ്റ്ററുകൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇഫ് യു ആർ ഗിവിങ് ഒരു സപ്ലൈ വോൾട്ടേജ് V കൊടുക്കുകയാണെങ്കിൽ ഈ വോൾട്ടേജ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ 3 റെസിസ്റ്റർ ഉണ്ട്, R1 ഉണ്ട്, R2 ഉണ്ട്, അതുപോലെ R3 ഉണ്ട്. ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇത് AB പൊസിഷൻ ആണെങ്കിൽ ഈ 3 റെസിസ്റ്ററുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ടോട്ടൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ റെസിസ്റ്ററിനെ സീരീസിൽ കണക്ട് ചെയ്തതിൻ്റെ പ്രത്യേകത ആ ഓരോ റെസിസ്റ്ററിലെയും പോകുന്ന എന്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കറണ്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ. അപ്പോൾ അതിലെ പോകുന്ന കറണ്ട് സെയിം ആണ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരൊറ്റ കറണ്ടേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. I തന്നെയാണ് എല്ലാ റെസിസ്റ്ററുകളിലെയും പോകുന്നത്. R1 ആയാലും R2 ആയാലും R3 ആയാലും എല്ലാത്തിലും ആ I തന്നെയാണ് പോകുന്നത്. ശരിയല്ലേ. അപ്പോൾ ഇത് ഈ വോൾട്ടേജ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വോൾട്ടേജ് ഇൻഡിവിജ്വലി ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള ഡ്രോപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ R1ഉം ഈ കറണ്ടും തമ്മിലുണ്ടാക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അതാണെന്ത്, ഈ വോൾട്ടേജ് അതാണെന്ത് I × R1. ശരിയാണല്ലോ. I × R ആണല്ലോ V. ശരിയല്ല. പക്ഷേ I ഇവിടെ സീരീസ് ആയതുകൊണ്ട് എല്ലാം സെയിം ആണ്. അപ്പോൾ R1 കൊണ്ട് ഉണ്ടാക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എന്ത്, I × R1. ശരിയല്ലേ. സിമിലർലി R2 കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ത്, I × R2. ക്ലിയർ. അതുപോലെ R3 കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഏത്, I × R3. ശരിയല്ലേ. അപ്പം ഈ ഓരോന്ന് ഇൻഡിവിജ്വൽ ഡ്രോപ്പുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇത് V1 എന്ന് വിളിക്കാം, ഇത് V2 എന്ന് വിളിക്കാം, ഇത് V3 എന്നും വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞ് എഴുതിയത് V1 + V2 + V3 എന്നും പറഞ്ഞ് എഴുതിയത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്. ഇവിടെ ഈ V1 എന്ന് പറഞ്ഞാൽ IR1 ആണ്, V2 എന്ന് പറഞ്ഞാൽ IR2 ആണ്, അതുപോലെ V3 എന്ന് പറഞ്ഞാൽ എന്താണ്, IR3 എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ I കോമൺ ആണല്ലോ, I × R1 + R2 + R3 എന്നും പറഞ്ഞ് V = I × RT. RT എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ്. ശരിയല്ലേ. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും, R1 + R2 + R3ൻ്റെ സമ്മായിരിക്കും നമ്മളുടെ ടോട്ടൽ റെസിസ്റ്റൻസ്. ശരിയല്ലേ. ഇതാണ് നമ്മൾ റെസിസ്റ്റർ ഇൻ സീരീസിൽ പഠിച്ച പ്രോപ്പർട്ടി. ഓക്കെ, ഇതാണ് റെസിസ്റ്റർ ഇൻ സീരീസിൽ വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസും അതുപോലെ അതിൽ ഇൻഡിവിജ്വലായിട്ട് വരുന്ന ഓരോ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെയും കാര്യങ്ങൾ. വോൾട്ടേജ് ഡ്രോപ്പുകളൊക്കെ അഡിറ്റീവാണ്, അതുപോലെ റെസിസ്റ്റീവ്, അഡിറ്റീവാണ്, പവർ എല്ലാം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനോമിനൻ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഒരു റൂളാണ് ആക്ച്വലി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന ഒരു റൂളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പേരാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാതെ വരുന്ന റൂൾ ആണെന്ത്, വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വോൾട്ടേജ് ഡിവൈഡർ റൂൾ ആക്ച്വലി ഇത് എങ്ങനെയാണ്, ഇത് പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ്
ഇവിടെ ഇങ്ങനെ ഞാൻ വരയ്ക്കുവാണ്. എങ്ങനെയല്ല, എങ്ങനെയാണ് വരക്കുക. ഓക്കെ, നിങ്ങളിഷ്ടം. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരച്ചാലൊക്കെ കണക്ക് തന്നെയാണ്. ഇവിടെ 3 റെസിസ്റ്ററുകളുണ്ട്. സീരീസ് തന്നെയല്ലേ, കാരണം ഇങ്ങനെ തന്നെയല്ലേ, ക്ലോസ്ഡ് പാത്താണ്. ഓക്കെ, അപ്പം ഇവിടെ റെസിസ്റ്ററുകൾ ഇത് R1, ഇത് R2, ഇത് R3. ഓക്കെ, ഇതിൻ്റെ അക്രോസ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു വോൾട്ടേജ്. ഓക്കെ, അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ വോൾട്ടേജ് V. അപ്പം ഇത് സീരീസാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ സീരീസാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിലുള്ള ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസും വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് ആര്? V1. ഇതിൻ്റെ അക്രോസ് ആണ് ആര്? V2. ഇതിൻ്റെ അക്രോസ് ആണ് ആര്? V3 അല്ലേ. ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ എന്ത്? I അല്ല. അതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് ഡിവൈഡർ റൂളിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ് നമുക്കൊരു വാല്യൂ വെച്ചിട്ട് പറയാം. വാല്യൂ വെച്ചിട്ട് പറയാം. എന്നാൽ ഇത് ആദ്യം ഇത് പറയാം, എന്നിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ നോക്കാം. നമ്മൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. V1 എന്താണ്, V2 എന്താണ്, അതുപോലെ V3 എന്താണ്. ആദ്യം V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ V1 ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്, അതായത് V, ടോട്ടൽ വോൾട്ടേജ് ആണല്ലോ V. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇങ്ങനെ എഴുതാം. ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്നാണ്. ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, ഈ മെത്തേഡ് പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പം വെറുതെ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതണമെങ്കിൽ എഴുതിക്കോ വെച്ചിട്ടാണ്. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് അക്രോസ് ദിസ് ഡ്രോപ്പ്. ഏത് ഡ്രോപ്പ്? ഈ V1ൻ്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ V1ൻ്റെ അടുത്തുള്ള റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ വോൾട്ടേജ്, ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പ് കാണേണ്ട ഇക്വേഷൻ ആണെന്ത്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് അക്രോസ് ദ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ V1 എന്ത് വരും? V1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ്, അതായത് V ഇൻറ്റു റെസിസ്റ്റൻസ് അക്രോസ് ദ ഡ്രോപ്പ്. ഏത് ഡ്രോപ്പാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ V1 ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ അക്രോസ് ഉള്ള റെസിസ്റ്റർ, അതായത് R1 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സീരീസിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണത്? R1 അല്ലേ. R1 പ്ലസ് R2 പ്ലസ് R3 അല്ലേ. അപ്പോൾ നമ്മൾ RT കൊണ്ട് ഡിഫൈൻ ചെയ്ത് RT തന്നെ എഴുതാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രശ്നം വരുന്നില്ലല്ലോ. പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ RT എന്ന് എഴുതും. ശരിയല്ലേ? ഇനി ഇതുപോലെ നിങ്ങൾ പറഞ്ഞു നോക്കൂ, നമ്മൾ അടുത്ത വോൾട്ടേജ് ഡ്രോപ്പ് V2 എന്തായിരിക്കും? V2 വിൽ ബി അഗെയിൻ ടോട്ടൽ വോൾട്ടേജ്, അതായത് V ഇൻറ്റു ഈ V2ൻ്റെ അടുത്തുള്ള ഡ്രോപ്പ്, അതായത് R2 അല്ലേ. R2 ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് RT. സിമിലർലി V3 ആരായിരിക്കും? V3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു V3ൻ്റെ അടുത്തുള്ള ഡ്രോപ്പ്, അതായത് R3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് RT. ക്ലിയർ? ഇനി ഇതാണ് നമ്മളുടെ വോൾട്ടേജ് ഡ്രോപ്പ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഇത് നമ്മൾക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണ്. എക്സാമ്പിളിൽ വോൾട്ടേജ് ഇവിടെ 24 വോൾട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ 2, 4, 6 എന്ന് എടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഡ്രോപ്പുകൾ കാണുവാണ്. V1 കാണുവാണ്, V2 കാണുവാണ്, അതുപോലെ നമ്മൾ V3യും കാണുവാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ മൂന്നിൻ്റെ സം ആയിരിക്കും. ശരിയല്ല? അപ്പോൾ V1 പ്ലസ് V2 പ്ലസ് V3 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ V1 കാണുന്നത് ടോട്ടൽ വോൾട്ടേജ്, അതായത് V എന്ന് പറഞ്ഞാൽ എത്ര? 24. അപ്പോൾ 24 ഇൻറ്റു R1 ആരാ? R1 ഇവിടെ 2 അല്ലേ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഈ മൂന്നിൻ്റെ സം. അത് എത്രയാണ്? ഇവിടെ എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 4 പ്ലസ് 6. അപ്പോൾ എത്ര വന്നു? 12 അല്ലേ. 6 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 2 12. അപ്പോൾ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ആൻസർ എത്ര കിട്ടും? നമ്മൾ 12ഉം 2ഉം കട്ട് ചെയ്തു, ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 4 വോൾട്ട്. അപ്പോൾ V1 നമുക്ക് എത്ര കിട്ടി? 4 വോൾട്ട് കിട്ടി. അടുത്ത V2 എന്ന് പറഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻ. ടോട്ടൽ വോൾട്ടേജ് എത്ര? 24 ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര കിട്ടി? 1/3. അപ്പോൾ എത്ര? 8 വോൾട്ട് കിട്ടി. അടുത്ത V3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് 24 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോൾട്ടേജ് 12 അല്ലേ.
സോ ആൻസർ വിൽ ബി 12, 2 കട്ടായി, ആൻസർ 12 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ V2 കിട്ടിയത് എത്രയാണ്? 8 വോൾട്ട് എന്നും V3 കിട്ടിയത് എത്രയാണ്? 12 വോൾട്ട് എന്നും അല്ലേ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന്. അപ്പോൾ 4 വോൾട്ടേജ് പ്ലസ് 8 വോൾട്ടേജ് പ്ലസ് 12 വോൾട്ട്, അപ്പോൾ 12 + 12 24 കിട്ടി. ക്ലിയർ? ഇതാണ് നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഓരോന്നിനും ഇൻഡിവിജ്വൽ ഡ്രോപ്പ് കാണണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടോട്ടൽ വോൾട്ടേജ് എടുക്കുക ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, കഴിഞ്ഞു. അങ്ങനെ ഓരോ ഡ്രോപ്പ് എടുത്ത് ചെയ്താലും മതിയാവും. ഈ റൂളിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ക്ലിയർ? ഏതിൻ്റെ കേസിലാണ്? നമ്മൾ സീരീസ് ആയിട്ട് എടുക്കുമ്പോഴേ ഇതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഇനി സിമിലർലി നമ്മൾ ഇത് സീരീസ് പോലെ തന്നെ നമുക്ക് പാരലലും ഉണ്ട് ഇതുപോലൊരു റൂള്. പാരലലും ഇതുപോലൊരു റൂൾ ഉണ്ട്, അത് നമ്മളിപ്പോൾ പഠിക്കും. വോൾട്ടേജ് ഡിവൈഡർ റൂൾ ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. പാരലൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, പാരലൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം വിൽ ബി സീയിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടി ഇത് പറയാം. നമ്മൾ 3 റെസിസ്റ്ററാണ് എടുത്തത് അല്ലേ? നേരത്തെ 3 റെസിസ്റ്റർ എടുത്തിട്ടില്ല ചെയ്തേ. നമ്മൾ വെറുതെ 2 റെസിസ്റ്റർ എടുക്കുന്നുള്ളൂ. എല്ലാം കണക്ക് തന്നെയാണ്. ഓക്കെ, R1ഉം അതുപോലെ R2. എന്നിട്ട് നമ്മളൊരു EMFനെ സപ്ലൈ ചെയ്യണം. അപ്പം ഇതിലൊരു കറണ്ട് പോവുമല്ലോ അല്ലേ? ആ കറണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് സ്പ്ലിറ്റായി പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അതാണ് I1ഉം I2ഉം. ശരിയല്ലേ? അങ്ങനെ 2 റെസിസ്റ്ററുകളെ നിങ്ങൾ പാരലൽ തരുവാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? 1/RT, അതായത് R total is equal to 1/R1 plus 1/R2. നമ്മൾ 3 റെസിസ്റ്റർ അന്ന് എഴുതിയോണ്ടാണ് പ്ലസ് 1/R3 വന്നത്. ഇവിടെ 2 റെസിസ്റ്ററേ ഉള്ളൂ, അതുകൊണ്ട് 1/R1 plus 1/R2. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മാറ്റി എഴുതുമ്പോൾ R2 plus R1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ R2 plus R1 ഡിവൈഡഡ് ബൈ ടോട്ടൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ R1/R2. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് 1/RT ഈക്വൽ ടു R1 plus R2 ഡിവൈഡഡ് ബൈ R1 R2 എന്നാണ് അല്ലേ? ഇനി നമ്മൾ R ടോട്ടൽ മാത്രമാണ് എഴുതുന്നതെങ്കിൽ എന്ത് വരും? R ടോട്ടൽ വിൽ ബി R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2. ഈ ഫോർമുല 2 എണ്ണമാണ് പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറ്, അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, 1/R ഈക്വൽ ടു 1/R1 plus 1/R2 ചെയ്തോ. ഇല്ലെങ്കിൽ RT ഡയറക്റ്റ് കിട്ടണമെങ്കിൽ RT is equal to R1 plus R2 ഡിവൈഡഡ് ബൈ R1 plus R2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 ഓമും ഇവിടെ നമ്മളൊരു 3 വേണ്ട 2 എടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഓമും 4 ഓമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ്, നമ്മളിങ്ങനെ 1/RT ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 4 ഡിവൈഡഡ് ബൈ 6 ശരിയല്ല? 2 ഇത് കട്ടായി, ആൻസർ 4/3 ohms. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റെസിസ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഇനി പ്രത്യേകത എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഇവിടെയും നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു റൂളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആ റൂളിൻ്റെ പേരാണ് കറണ്ട് ഡിവിഷൻ റൂൾ. നേരത്തെ വോൾട്ടേജ് ഡിവിഷൻ റൂളായിരുന്നു. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എവിടെയായിരുന്നു? സീരീസ് ആയപ്പോഴായിരുന്നു. ഇത് കറണ്ട് ഡിവിഷൻ റൂൾ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? പാരലൽ ആകുമ്പോഴാണ് അപ്ലൈ ചെയ്യുക അല്ലേ? പാരലൽ ആകുമ്പോഴാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പോലെ 2 റെസിസ്റ്റർ സർക്യൂട്ടുകൾ നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ R1 ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ R2 ഉണ്ട്. ഓക്കെ, എൻ്റെ അക്രോസ് ഒരു വോൾട്ടേജ് V. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ്ട് കറണ്ട് ഫ്ലോ ഉണ്ട്. ഇവിടെയുള്ള റെസിസ്റ്ററുകൾ R1 ഉണ്ട്, R2 ഉണ്ട്. ഇതിലുള്ള നമ്മുടെ കറണ്ടുകൾ ഈ I സ്പ്ലിറ്റായിട്ട് I1ഉം I2ഉം ആവും. ശരിയല്ലേ? അപ്പോൾ ഈ I1ഉം I2നെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് ബ്രാഞ്ച് കറണ്ടുകൾ. കാരണം ഓരോ ബ്രാഞ്ചിലേ പോകുന്നതല്ലേ. ഏത് ബ്രാഞ്ചുകളിൽ? I1ലെയും
അല്ല R1 R2 എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ബ്രാഞ്ച്, അതിൽ പോകുന്ന ഓരോ കറണ്ടിൽ I1 I2 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബ്രാഞ്ച് കറണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ച് കറണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ I1 എങ്ങനെ കാണുക, I2 എങ്ങനെ കാണുക എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്രാഞ്ച് കറണ്ട് കാണുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ടോട്ടൽ കറണ്ട് കാണാം. അപ്പോൾ ടോട്ടൽ കറണ്ട് എങ്ങനെ കാണും? ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ഈക്വൽ ടു I ഇൻറ്റു R, ശരിയല്ലേ? വോൾട്ടേജ് ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട്, I ഇൻറ്റു RT. RT ആണല്ലോ ടോട്ടൽ റെസിസ്റ്റൻസ്, ശരിയല്ലേ? അപ്പോൾ വോൾട്ടേജ് ഈക്വൽ ടു I ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസിൽ ഈ R1 R2 പാരലൽ റെസിസ്റ്റൻസ്, അത് എത്രയാ? I ഇൻറ്റു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2, ശരിയല്ലേ? നമുക്ക് അറിയാവുന്നതല്ല R1 പ്ലസ് R2. അപ്പോൾ RT എന്താണെന്ന് ഓർത്താൽ മതി, ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ബ്രാഞ്ച് കറണ്ട് എങ്ങനെയാണ് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ഫോമുല ഉണ്ട്. ഒന്നെങ്കിൽ ഫോമുല പഠിക്കുക, അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കറണ്ട് കാണാനാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ സപ്പോസ് I1 കറണ്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ I2 കറണ്ടാണ് ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള കറണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ എഴുതുന്ന പറഞ്ഞാൽ കറണ്ട് ഇൻ എനി ഓഫ് ദ ടു ബ്രാഞ്ചസ്, നമ്മൾ തന്നിരിക്കുന്ന രണ്ട് ബ്രാഞ്ചിലെ കറണ്ട് അല്ലേ, കറണ്ട് ഇൻ എനി ഓഫ് ദ ടു ബ്രാഞ്ചസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ വോൾട്ടേജ് ഇൻ എനി അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻ ഒരു റെസിസ്റ്ററിൻ്റെ ഡ്രോപ്പിലായിരുന്നു, അതുപോലെ കറണ്ട് ഇൻ എനി അല്ല ടു ബ്രാഞ്ചിൽ ഏതെങ്കിലും ചോദിച്ചാൽ നേരത്തെ ടോട്ടൽ വോൾട്ടേജ് എടുത്തു, അതുപോലെ ഇവിടെ എന്ത് കാണാൻ എടുക്കുക, ടോട്ടൽ കറണ്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇൻറ്റു നേരത്തെ ചെയ്തതിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താ പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ചെയ്തത് ഇതാ അതിൻ്റെ എക്രോസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു, ശരിയല്ലേ? ഇവിടെ നമ്മൾ കൂടെയുള്ള റെസിസ്റ്റൻസ് എടുക്കരുത്, ഇതിന് ഓപ്പോസിറ്റുള്ള റെസിസ്റ്റൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഫോമിൽ എങ്ങനെ വരിക, ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്മളുടെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇതാണ് വോൾട്ടേജ് ഡിവിഷനും കറണ്ട് ഡിവിഷനും വ്യത്യാസം. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതർ റെസിസ്റ്റൻസ് എന്ന് ഓർത്താൽ മതി കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ. ക്ലിയർ? അപ്പം അതർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ വരിക, ഇപ്പോൾ നമ്മൾ കറണ്ടിന് I1 ആണ് കാണുന്നതായിരിക്കും. അപ്പോൾ I1 ഈക്വൽ ടു ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ആരാ? ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, I ആണ്, ശരിയല്ലേ? അപ്പോൾ I ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ആരാ? I1 ഫ്ലോ ചെയ്യാത്ത റെസിസ്റ്റൻസ്. I1 ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആരാ? അല്ലെങ്കിൽ I1 ഏതിലെ ഫ്ലോ ചെയ്യുന്നത്? R1 ഫ്ലോ ചെയ്യുന്നത്. ഈ R1 എടുക്കരുത്, ആരെ എടുക്കണം? R2 എടുക്കണം. ഇതാണ് നമ്മളുടെ അതർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ യുവർ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ R1 പ്ലസ് R2. ക്ലിയർ? ഇവിടെ RT അല്ല കേട്ടോ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കേണ്ടത്, ഇവിടെ RT അല്ല ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കേണ്ടത്, നമ്മുടെ സമ്മാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ R1 പ്ലസ് R2 നേരത്തെ അതുപോലെ തന്നെ എടുത്തത്, പക്ഷേ സീരീസ് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് R1 പ്ലസ് R2 എന്ന് കിട്ടിയതാണ്. കണ്ടാ, R1 പ്ലസ് R2 നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ എടുക്കരുത്, നമ്മളുടെ സീരീസ് പോലെ എടുക്കുന്ന പോലെ നമ്മൾ R1 പ്ലസ് R2 എടുക്കേണ്ടത്. സം ഓഫ് ടു റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഇത് ടോട്ടൽ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് വേണമെങ്കിൽ സമ്മോ എന്ന് എഴുതിക്കോ കേട്ടോ, അതാണ് കുറച്ചുകൂടി ബെറ്റർ. സം ഓഫ് ടു റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ R1 പ്ലസ് R2. ഇനി ഇതുപോലെ I2 എന്തായിരിക്കും? I2 വിൽ ബി ടോട്ടൽ കറണ്ട് ഇൻറ്റു ഏത് റെസിസ്റ്റൻസ്? I2 റെസിസ്റ്റർ അല്ല, അതായത് R2 അല്ല, ഏതെടുക്കേണ്ടി വരും? R1 എടുക്കണം. അപ്പോൾ ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 സം ഓഫ് ടു റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബ്രാഞ്ചിലെയും എന്ത് ചെയ്യേണ്ടത്, കറണ്ട് കാണേണ്ട മെത്തേഡ്. ഓക്കെ, ഒരു എക്സാമ്പിൾ തരാം, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. ഇത് 3ഉം ഇത് 6ഉം ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 9, അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 9. നമ്മൾ എന്ത് വെരിഫൈ ചെയ്താൽ മതി? നമ്മൾ എന്താ അവിടെ വെരിഫൈ ചെയ്യേണ്ടത്? നമ്മൾ പാരലാം എന്താ നേരത്തെ വോൾട്ടേജ് നമ്മൾ ഇവിടെ എന്താ വെരിഫൈ ചെയ്തത്? ഇവിടെ V1 ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണെന്ന് വെരിഫൈ ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് വെരിഫൈ ചെയ്യേണ്ടി വരും? ഇവിടെ വെരിഫൈ ചെയ്യേണ്ടത് I ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രാഞ്ചിനെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഈക്വൽ ആണെന്ന് നോക്കേണ്ടത്. അപ്പോൾ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെരിഫൈ ചെയ്യേണ്ടത്, ശരിയല്ല? അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാലോ. അപ്പോൾ ആദ്യം ഇവിടെ തന്ന കറണ്ടുകൾ 9 തന്നിട്ടുണ്ട്, പിന്നെ 3 ഓം റെസിസ്റ്ററും 6 ഓം റെസിസ്റ്ററാണ് തന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് അതായത് I എത്രയാ? 9 ഇൻറ്റു
R2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് R2 അല്ലേ. അപ്പോൾ എത്ര? 6 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 + 6, അതായത് 9. സം ഓഫ് റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് പഠിക്കേണ്ട, സം ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ഓക്കെ, ഈ അതർ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ സം ഓഫ് 2 റെസിസ്റ്റൻസസ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു I എത്രയാണ്? 9 ഇൻറ്റു R1 എത്രയാണ്? R1 3 അല്ലേ, ഡിവൈഡഡ് ബൈ 9. സോ ആൻസർ വിൽ ബി, ഇവിടെ എത്ര കിട്ടും? 9 കട്ടായിട്ട് 6 ആംപിയർ കിട്ടും. ഇവിടെ എത്ര കിട്ടും? 9 കട്ടായിട്ട് 3 ആംപിയർ കിട്ടും അല്ലേ. നമുക്ക് എന്താ വെരിഫൈ ചെയ്യേണ്ടത്? ടോട്ടൽ കറണ്ട് സെയിം ആണെന്നല്ലേ. I1 ഈക്വൽ ടു I1 + I2 ആണെന്നല്ലേ വെരിഫൈ ചെയ്യേണ്ടത്. I1 എത്ര കിട്ടി നമുക്ക്? 6, I2 എത്ര കിട്ടി? 3. ടോട്ടൽ എത്ര വരും? 9 ആംപിയർ. നമ്മൾ ടോട്ടൽ കറണ്ട് 9 ആണെന്ന് നോക്കിയാൽ പോരെ. ടോട്ടൽ കറണ്ട് 9 അല്ലേ. അപ്പോൾ കറക്റ്റ് അല്ല ആൻസർ. അപ്പോൾ ഈ 9 സ്പ്ലിറ്റായിട്ട് എങ്ങനെയൊക്കെ പോകുന്നു? I1 6 ആംപിയർ ആയിട്ടും പോകുന്നു, I2 എന്തായിട്ട് പോകുന്നു? 3 ആംപിയർ ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം കറക്റ്റാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ എത്ര ബ്രാഞ്ച് വന്നാലും കാണാം. ഓക്കെ, 3 വന്നാലും കാണാം, 4 വന്നാലും എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോന്ന് ഇൻഡിവിജ്വൽ എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, സാധാരണ ഇങ്ങനെ 2 റെസിസ്റ്ററുകൾ ഉള്ളതാണ് ചോദിക്കുക, അതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ കറണ്ട് ഡിവിഷൻ മെത്തേഡിൽ ഓർക്കുക, ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. ഈ ഒറ്റ പോയിന്റ് ഓർത്താൽ മതി. അതർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് 2 റെസിസ്റ്റേഴ്സ്. ഇവിടെയാണെങ്കിൽ വോൾട്ടേജ് ഇൻറ്റു ദ റെസിസ്റ്റൻസ് അക്രോസ് ദ ഡ്രോപ്പ് അല്ലേ, ഡ്രോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ റെസിസ്റ്ററിൻ്റെ അക്രോസ് തന്നെ എടുക്കണം. ഓക്കെ, ആ കറണ്ട് നമ്മൾ എടുക്കുന്ന ഡ്രോപ്പ് ഏതാണോ അതിൻ്റെ അടുത്തുള്ള റെസിസ്റ്ററിനെ തന്നെ എടുക്കണം. എന്നിട്ട് ഡിവൈഡഡ് ബൈ നമ്മളെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും നമുക്കിവിടെ സീരീസിലായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ സം തന്നെ പറഞ്ഞ് പഠിച്ചാൽ മതി. സം ഓഫ് റെസിസ്റ്റൻസ് എന്ന് പഠിച്ചാൽ കറക്റ്റാണ്. R1 R2 + R3. ഇവിടെയും അപ്പോൾ കറക്റ്റ് ആവുമല്ലോ. സം ഓഫ് 2 റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 + R2 എന്ന് വരുമല്ലോ. നിങ്ങൾ ടോട്ടൽ റെസിസ്റ്റൻസ് പഠിക്കാനല്ല സം പഠിക്കുക. എങ്ങനെയായാലും കാര്യം മനസ്സിലായാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് 2 റൂളുകൾ. ഏതൊക്കെ റൂളുകൾ? നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂളും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഡിവിഷൻ റൂളും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് റൂൾസ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ കാണുന്ന ഒരു ഏരിയയാണ്. വോൾട്ടേജ് ഡിവിഷനാണ് ഇങ്ങനെ എടുക്കുക, കറണ്ട് ഡിവിഷനാണ് ഇങ്ങനെ എടുക്കുക. ഓക്കെ, പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ പിക്ക് ചെയ്ത് കൊണ്ടുവരാം. പ്രോബ്ലം കുറച്ചൊന്ന് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, കുറച്ച് എത്തിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. കുറച്ച് തിയറി എത്തട്ടെ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ് എന്നും നമുക്ക് തീരട്ടെ. എന്നിട്ട് മാൻഡിസ്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം? കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ആ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ പറയുകയാണെങ്കിൽ, റെസിസ്റ്റൻസ് ഇൻ പാരലൽ വേണ്ട, നമുക്കൊരു പാരലൽ സർക്യൂട്ടിൻ്റെ ശരിക്കും അഡ്വാൻറ്റേജ് എന്താ? പാരലൽ സർക്യൂട്ടിന് അഡ്വാൻറ്റേജ്, അതായത് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളെ ടെർമിനൽസ് അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ച് പാരലൽ സർക്യൂട്ടിൽ ഓരോ ബ്രാഞ്ചിൻ്റെ അക്രോസുള്ള നമ്മളെ ടെർമിനൽസുകളിൽ നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ് അല്ലേ. അപ്പം പല അപ്ലയൻസുകളും സെയിം വോൾട്ടേജ് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു പാരലലി കണക്ട് ചെയ്താൽ ഡിഫറെൻറ്റ് പവർ ആയിക്കോട്ടെ, പവറൊക്കെ ഡിഫറെൻ്റ് ആയിക്കോട്ടെ, പക്ഷേ അത് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ സർക്യൂട്ടുകൾ നമ്മൾ ഹോമിലൊക്കെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഹോമുകളിലൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് അതുകൊണ്ടാണ്. കാരണം ഒരു ബ്രാഞ്ച് സർക്യൂട്ടിൽ, അതായത് ഇഫ് ഇൻ എനി ബ്രാഞ്ച് സർക്യൂട്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള സ്ഥലത്ത്, ഇവിടെ നമ്മൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് അല്ല, ഇതൊരു ബ്രാഞ്ചാണ് ഇങ്ങനെ കണക്ഷൻ വരും. ഇതൊന്ന് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സർക്യൂട്ടിലും എന്തെങ്കിലും ഒരു ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു അൺവാണ്ടഡ് ക്വാണ്ടിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇതായി പോവുക. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചാൽ എന്തെന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം? ഇവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബാക്കിയുള്ള ബ്രാഞ്ചുകളൊന്നും എന്ത് ചെയ്യില്ല, ഇത് അഫക്റ്റ് ചെയ്യില്ല, ഇതൊക്കെ വർക്ക് ചെയ്യും കൂളായിട്ട്. ഇത് മാത്രം ബ്രേക്ക് ഔട്ടായി പോവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പാരലൽ പ്രിഫർ. സീരീസിലാകുന്ന പ്രശ്നം ഇതെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തെടുക്കുക. ലോഡൊക്കെ ഇത് ലോഡ്, രണ്ടാമത്തെ ലോഡ്, മൂന്ന്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചത് മൊത്തം ഫെയിലായി അല്ലേ, ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എന്താവും? ഫെയിലാവും. അപ്പോൾ അങ്ങനെ ഒരു ഫെയിലിയർ ഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അപ്ലയൻസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസസ് ഒക്കെ എപ്പോഴും ഏതിൽ കണക്ട് ചെയ്യുന്നത്? പാരലലി കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ സർക്യൂട്ട് മാത്രം ആലോചിച്ചു, ഇവിടെ ലോഡ് 1, ലോഡ് 2, ലോഡ് 3 ഉണ്ടെങ്കിൽ ഇതെന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ ലൈൻ മൊത്തം പോയി. ഇവിടെ ഇതെന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസുകളൊക്കെ, ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസുകളൊക്കെ എപ്പോഴും നമ്മൾ ഏതിൽ കണക്ട് ചെയ്യണം? നമ്മളെപ്പോഴും പാരലലാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈറ്റ്സോ അല്ലെ ബാക്കിയുള്ള അപ്ലയൻസസ് ഒക്കെ നമുക്ക് എന്ത് ഈസിലി എന്ത് ചെയ്യാം, സ്വിച്ച് ഓഫ് ചെയ്യാം. അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, സീരീസ് ആണെങ്കിൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്താൽ മൊത്തം അടിച്ചു പോകില്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്തത് ഇങ്ങനെ പാരലലി ഉള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ടാണ്. ഓരോന്നും ഓരോ ബ്രാഞ്ച് സർക്യൂട്ട് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യാം, പാരലൽ സ്ട്രെസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീരീസും പാരലൽ സർക്യൂട്ടുകളിലും നമ്മളുള്ള ഡിഫറൻസുകളും കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഡിവിഷനും വോൾട്ടേജ് ഡിവിഷനും ഒക്കെ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ സാധനം കൂടി ഒന്ന് ജസ്റ്റ് നേരത്തെ ഇതൊന്ന് നമ്മുടെ മെറ്റീരിയലുകളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് പോവാം. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസറുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പൊക്കോ. അതായത് നമ്മൾക്ക് 3 മെറ്റീരിയലുകളാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? കണ്ടക്ടർ, സെമി കണ്ടക്ടർ, നമ്മളെ ഇൻസുലേറ്ററുകൾ അല്ലേ. അപ്പോൾ കണ്ടക്ടറുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റാലിക് ബോണ്ടുകൾ വഴിയാണ് ഫോം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്? അതിനെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ദേ ക്യാൻ കണ്ടക്ട് വെരി ഈസിലി. ഓക്കെ, എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞതാണ്, കോപ്പർ, അലുമിനിയം കാര്യങ്ങൾ പറഞ്ഞതാണ്. ശരി, അപ്പോൾ മെറ്റാലിക് ബോണ്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാന്നുള്ള പ്രോപ്പർട്ടിയും കൂടി ഓർത്ത് വയ്ക്കാം. പിന്നെ ഓർത്ത് വയ്ക്കണം, നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് ഇതാണ്, ഇറ്റ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ കണ്ടക്ടേഴ്സിന് ഉള്ളത്. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോഴോ ദേ ആർ ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. അവർക്കൊരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അവരെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ട്. ഓക്കെ, കോവാലന്റ് ബോണ്ടുകൾ വഴിയാണ് അവരുടെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിച്ചതാണ് ഇൻസുലേറ്ററുകൾ അല്ലെ. മൈക്ക, പേപ്പർ, ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. മൈക്ക, പേപ്പർ, ഗ്ലാസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നില്ല അല്ലേ. ദേ ആർ നോട്ട് കണ്ടക്ടിങ്. ഇൻസുലേറ്റേഴ്സ് പാർഷ്യലി കണ്ടക്ട് അല്ലെങ്കിൽ നോ കറണ്ട്, പാർഷ്യലി കണ്ടക്ട്, നോ കറണ്ട് അല്ലേ, ഒന്നും ഇതാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്തില്ല, കറണ്ടിൻ്റെ ഫ്ലോനെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ആക്ച്വലി അല്ലേ. കറണ്ടിൻ്റെ ഫ്ലോനൊന്നും എന്ത് ചെയ്യുന്നില്ല, നോ സപ്പോർട്ട് അല്ലേ. കറണ്ട് ഫ്ലോനൊന്നും സപ്പോർട്ട് ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യും, ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്? ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിനും എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് 3 മെറ്റീരിയലുകളെ കുറിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ ഫോർമേഷനും വേണ്ടി പറയുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ കോൺഫിഗറേഷനുകളും. ഓക്കെ, മെറ്റാലിക് ബോണ്ട് ഓർക്കുക, കോവലന്റ് ബോണ്ട് ഓർക്കുക, ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ ഓർക്കുക, ഇത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഇവിടെ എന്ത് കോഎഫിഷ്യൻ്റ് ആണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, യൂണിറ്റ്സ് ഒക്കെ ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്സ് ഓഫ് നമ്മുടെ ട്രിപ്പിൾ അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ ബേസിക്കുകൾ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് ഇതുവരെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഇതിൻ്റെ കുറേ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഞാൻ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒബ്ജക്റ്റീവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഏകദേശം ബേസിക്സ് ഓഫ് നമ്മുടെ സർക്യൂട്ട്സ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ അടുത്ത മാഗ്നറ്റിസം എടുക്കാണ്ട് അങ്ങനെ ടോപ്പിക്കുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കടക്കും. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.